ഓക്കെ. സോ ഗൈസ്, ഇവിടെ ഇപ്പോൾ ഒരു ടിപ്പിക്കൽ ഡെഫിനിഷനാണ് ഇവിടെ കാണുന്നത്. എന്താണ് വീഡിയോ ഗെയിംസ് എന്ന് ചോദിച്ചാൽ, ഗെയിം പ്ലേഡ് ബൈ ഇലക്ട്രോണിക്കലി മാനിപ്പുലേറ്റിംഗ് ഇമേജസ് പ്രൊഡ്യൂസ്ഡ് ബൈ കമ്പ്യൂട്ടർ പ്രോഗ്രാം ഓൺ എ ടെലിവിഷൻ സ്ക്രീൻ ഓർ അതർ ഡിസ്പ്ലേ സ്ക്രീൻ. സോ I think it's better to have a much more convenient thing. Wait a second, guys, are you able to see my screen? No, sir. Yes, sir. Now it's visible. Okay, fine, great. So, ഇതൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ്. ഞാൻ ചോദിക്കട്ടെ, നമുക്കൊരു എന്താണ് നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ എന്താണ് ഗെയിമിംഗ്? ഒരു ആരെങ്കിലും ഒരു അവനവൻ്റെതായ ഒരു ഡെഫിനിഷൻ എനിക്ക് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തു. സിമ്പിൾ വൺ, ഒരു സിംഗിൾ സെന്റൻസിൽ നിങ്ങൾക്ക് എന്താണ് ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റ് സിംഗിൾ സെന്റൻസ് വാട്ട് ഈസ് ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്. ഒരു സിംഗിൾ സെന്റൻസിൽ ആർക്കെങ്കിലും ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ഒരു വെർച്വൽ വേൾഡ്. Yeah, that's right. Yeah, okay, fine. So, അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും രണ്ട് തരത്തിലുള്ള അഭിപ്രായമാണ്. അത് എന്താ പറയാ, ഗെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. അല്ല, ഗെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂവീസിന്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആണെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. രണ്ട് ടൈപ്പിൽ ആളുകൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ നമുക്കൊരിക്കലും ഈ രണ്ട് കാറ്റഗറിയിലും പെടുത്താൻ പറ്റില്ല ഗെയിംസിനെ. അതാണ് ഗെയിംസിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ. കാരണം ഒരു ടിപ്പിക്കൽ സോഫ്റ്റ്വെയറിൽ വരുന്ന കണ്ടന്റ് അല്ല ഗെയിംസിൽ വരുന്നത്. ഇറ്റ്സ് എ ബിറ്റ് മോർ സംതിങ് എക്സ്ട്രാ ദാൻ ദാറ്റ്. എന്നാൽ ഒരു മൂവി എന്നും പറയാൻ നമുക്ക് സാധിക്കില്ല. കാരണം മെയിൻ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ, ഗെയിം ഒരു മൂവിയിൽ നിന്ന് എങ്ങനെ ഡിഫറെന്റ് ആവുന്നു? ഒരു മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ ഷൂട്ട് ചെയ്ത് വെച്ചു, അതിന്റെ ഓരോ സീൻസും ഓൾറെഡി പ്രഡിക്റ്റഡ് ആണ്, അതിന്റെ ക്ലൈമാക്സ് ഓൾറെഡി പ്രഡിക്റ്റഡ് ആണ്. വി ആർ ജസ്റ്റ് വാച്ചിങ് ദാറ്റ്. അതർ ദാൻ വ്യൂവേഴ്സ്, വി ആർ നോട്ട് ഡൂയിങ് എനിത്തിങ് എൽസ് ഇൻസൈഡ് ദാറ്റ്. സോ ബട്ട് ദ ഡിഫറൻസ് ഈസ് ലൈക്ക് ദ ഇന്ററാക്ടിവിറ്റി. Even if it is going through a storyline itself, we are able to make decisions on that. We have interactives, we have choice to make decisions inside that. So that's something other than, like we can say like something plus for a movie. But at the same time, this is happening with the software as well, right? അല്ലേ? സോ ഒരു സോഫ്റ്റ്വെയറിൽ ഇതിന് സാധിക്കുന്നുണ്ട്, നമ്മുടേതായ ഇൻപുട്സ് അത് സ്വീകരിച്ച് അതിൻ്റെതായ റെസ്പോൺസ് എടുക്കും. എന്നാൽ നമുക്ക് ഗെയിംസിന് ഒരിക്കലും ഒരു സോഫ്റ്റ്വെയറിന്റെ കാറ്റഗറിയിലും പെടുത്താൻ സാധിക്കില്ല. കാരണം അതിന്റെ കണ്ടന്റ് ഡിഫറെന്റ് ആണ്. ഒരു ടിപ്പിക്കൽ സോഫ്റ്റ്വെയർ എന്നതിനെ അപേക്ഷിച്ച് അതിന്റെ കണ്ടന്റ് ഈസ് മച്ച് മോർ ഡിഫറെന്റ്. സോ വി ക്യാൻ സേ ഇറ്റ്സ് ലൈക്ക് മൂവീസിന്റെയും സോഫ്റ്റ്വെയർസിന്റെ മിഡിലിൽ വരും ഒരു ഒരു വിഭാഗമാണ് ഗെയിംസ് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിനെപ്പറ്റി നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഗെയിമിനെ കാറ്റഗറി ചെയ്യുന്നത് തന്നെ ബേസ്ഡ് ഓൺ ദിസ് സർക്കിൾ, ലൈക്ക് ഗെയിം ട്രിവിയ. സോ ഇറ്റ് ഈസ് ലൈക്ക്, ഇതൊരു മൂവി ആണെങ്കിൽ എന്ത് സംഭവിക്കും, അതിൽ രണ്ട് കമ്പോണൻസ് വരാം. ഒന്ന് ആർട്ട്, ബിസിനസ്. ഞാൻ പറഞ്ഞ കൊമേഴ്സ്യൽ മൂവീസിനെ പറ്റിയ. അപ്പോൾ അത് തന്നെ ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിൽ എന്ത് വരും, സയൻസ് ആൻഡ് ടെക് പ്ലസ് ബിസിനസ്. പക്ഷേ ഈ മൂന്ന് ഫാക്ടേഴ്സിന്റെയും കോമ്പിനേഷൻ ആണ് ഗെയിംസിൽ വരുന്നത്. അതായത് ആർട്ട് വേണം, സയൻസ് ആൻഡ് ടെക്നോളജി വേണം, പ്ലസ് ബിസിനസ്. ഇത് മൂന്നും കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഒരു ഗെയിം എന്നുള്ള ഫാക്ടറിലേക്ക് വരുന്നുള്ളൂ. സോ ഒരു ഗെയിമിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് മൂന്ന് ഫാക്ടേഴ്സ് ആണ്. ഒന്ന് ഫ്രണ്ട് എൻഡ്, മെയിൻ ഗെയിം ആൻഡ് എൻഡ് ഗെയിം. സോ ദ ഫ്രണ്ട് എൻഡ് ഈസ് ലൈക്ക് there will be a section for you to make the configurations like the game option, sound option, video option, plus there will be a loading screen. ഇതൊരു ഏതൊരു ഗെയിം ആണെങ്കിലും, അത് എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും ഈ ഫാക്ടേഴ്സ് ആ ഗെയിമിന് ഉണ്ടാവും. അപ്പോൾ അത് ഓരോ ഗെയിമിന്റെ സ്കെയിലബിലിറ്റി അനുസരിച്ച് ഇതൊരു ഡിഫറെന്റ് ചെയ്യും, എത്ര വാസ്റ്റ് ആയിരിക്കും, എത്ര കോംപ്ലക്സ് ആയിരിക്കും. പക്ഷെ ഈ മൂന്ന് കമ്പോണൻസ് ഉണ്ടാവും. നെക്സ്റ്റ്, ആസ് ഐ സെഡ്, മെയിൻ ഗെയിം. ഇപ്പോൾ മെയിൻ ഗെയിം എന്ന് പറയുമ്പോൾ അതിൽ മൂന്ന് കമ്പോണൻസ് വരും: ഇൻട്രൊഡക്ഷൻ, ഗെയിം പ്ലേ ആൻഡ് ഗെയിം മോഡ്സ്. എല്ലാ ഗെയിമിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പക്ഷേ മോസ്റ്റ് ഓഫ് മെയിൻലി ലൈക്ക് സ്റ്റോറി ഓറിയന്റഡ് അല്ലാത്തുള്ള ഗെയിംസിന് പലതിനും ഗെയിം മോഡ്സ് അവൈലബിൾ ആയിരിക്കും, പിന്നെ പോസ് ഓപ്ഷൻസ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ലൈക്ക് എൻഡ് ഗെയിം, മൂവി, credits and shutdown. This is the normal life cycle of a game from a user end. So ഇത് ഞാൻ നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, കാരണം whoever who is a gamer can understand what I meant. And the next level, നമ്മളൊരു പ്രോഗ്രാമറിന്റെ ആസ്പെക്റ്റിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ
ഇതാണ് ഗെയിം ലൂപ്പ്. ഇതിപ്പോ ഒരു C++ എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്കിവിടെ ഒരു മെയിൻ ഫംഗ്ഷൻ ഉണ്ട്. മെയിൻ ഫംഗ്ഷന്റെ അകത്ത് ഒരു ഇനീഷ്യലൈസ് ഫംഗ്ഷൻ, അതിനുശേഷം നമുക്കൊരു ഇൻഫിനിറ്റ് ലൂപ്പ്. ആ ഇൻഫിനിറ്റ് ലൂപ്പിന്റെ അകത്ത് പ്രോസസ്, അപ്ഡേറ്റ്, റെൻഡർ 3 മെത്തേഡ്സ് കോൾ ചെയ്യുന്നു. അപ്പോ നമ്മൾ ഇതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? ഫസ്റ്റ് ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്, ഗെയിമിന്റെ ഫസ്റ്റ് ഇനീഷ്യലൈസിന്, ഐ മീൻ നമ്മൾ ജസ്റ്റ് ബൂട്ട് ചെയ്യാണ്. അപ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് ഇൻവോൾവ് ചെയ്യുന്ന, ഗെയിംസിനെ ഇൻവോൾവ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഇനീഷ്യലൈസ് ചെയ്യണം ഫസ്റ്റ് തന്നെ. അതാണ് ഇനീഷ്യലൈസേഷൻ സെക്ഷനിൽ നടക്കുന്നത്. അതതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം ഗെയിം അതിന്റെ ഇൻഫിനിറ്റ് ലൂപ്പിൽ കയറും. അതായത് ഈ ലൂപ്പിൽ ഗെയിം whenever you give a command like exit, till then this loop will be running continuously. So the first step is like process. So what is processing? It's called mainly there's a lot more involved in that, but still as a simple example we can say like processing control input. Like for an example നമുക്കൊരു PC ഗെയിം എക്സാമ്പിൾ എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗെയിമിൽ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന 2 ഇൻപുട്ട് ഡിവൈസസ് ആയിരിക്കുള്ളൂ, മെയിൻലി നമ്മുടെ കീബോർഡും മൗസും. അപ്പോൾ നമ്മുടെ ഗെയിം എന്ത് ഇൻവോൾവ് ചെയ്ത് കളിക്കുന്നത്, ബേസ് ചിലപ്പോൾ മൗസ് മാത്രം ഇൻവോൾവ്, ചിലപ്പോൾ കീബോർഡ് ആയിരിക്കും, ചിലപ്പോൾ 2ന്റെയും കോമ്പിനേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ചേഞ്ചസ്, നമ്മൾ എന്ത് ചേഞ്ചസ് ആണ് ഇൻപുട്ട് ഡിവൈസസിലൂടെ കൊടുക്കുന്നത്, ആ ചേഞ്ചിനനുസരിച്ച് ഒരു അപ്ഡേറ്റ് അവിടെ നടക്കണം. ആ അപ്ഡേറ്റിനനുസരിച്ചുള്ള ഒരു ചേഞ്ച് നമ്മുടെ സ്ക്രീനിലേക്ക് റീപ്രൊഡ്യൂസ് ചെയ്യണം. എന്നാലാണ് അതൊരു നമുക്ക് ആ ഒരു സീംലെസ് ഫ്ലോ കിട്ടുള്ളൂ. അതാണ് നമ്മൾ പറയുന്ന പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. അതായത് ഒരു സെക്കൻഡിൽ 24 FPS ഒരു അപ്ഡേറ്റ് നടക്കുമ്പോൾ അതൊരു കണ്ടിന്യൂസ് മോഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്ന എഫക്റ്റ്. സെയിം ഫാക്ടർ നമ്മൾ ഡിജിറ്റലി റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ ഗെയിം ലൂപ്പ് അഥവാ ഈ ഇൻഫിനിറ്റ് ലൂപ്പ്. സോ as the third factor, as I said, it's the rendering. Like the scene is being updated to the screen. നമുക്കിപ്പോൾ സിമ്പിളായിട്ട് ചിന്തിക്കാം. ഞാനിപ്പോൾ ഈ അപ്ഡേറ്റ് ലൂപ്പ് എഴുതിയൊക്കെയാണ്, ഇവിടെ പ്രോസസ്സിൻ്റെ അപ്ഡേറ്റ് ഉണ്ട്, ഞാൻ റെൻഡർ ഫംഗ്ഷൻ ഞാൻ ഇവിടെ കമന്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഞാൻ എൻ്റെ ഗെയിം എക്സിക്യൂട്ട് ചെയ്ത് എന്ത് സംഭവിക്കും? നിങ്ങൾ അവിടെ ഒരു ഇൻപുട്ട് കൊടുക്കും, കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് സംഭവിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് അതൊരിക്കലും സ്ക്രീനിലേക്ക് കാണാൻ പറ്റില്ല. ഇപ്പൊ നമ്മളൊരു ഗെയിം അല്ല എക്സാമ്പിൾ എടുക്കുക, നമ്മുടെ നോർമൽ യൂസിങ് സൈക്കിൾ ആണെങ്കിലും ഇപ്പൊ നമ്മുടെ മൗസിന്റെ മൂവ്മെന്റിനനുസരിച്ച് നമ്മുടെ മൗസ് പോയിന്റർ മൂവ് ചെയ്യുന്നു. അപ്പോൾ ആ അപ്ഡേറ്റ് അവിടെ നടക്കുന്നതുകൊണ്ടാണ് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇൻ കേസ് ആ റെൻഡറിങ് നമ്മൾ അവിടെ നിന്ന് ഒഴിവാക്കി എന്ത് സംഭവിക്കും? നമ്മൾ മൗസ് മൂവ് ചെയ്യും, പക്ഷേ ഒരിക്കലും നമ്മുടെ മൗസ് പോയിന്റർ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈവൺ ഇഫ് ലോജിക്കലി കാര്യം നടക്കണ്ടെങ്കിൽ നമ്മളത് കാണുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്കത് യൂസ് ചെയ്യാനും പറ്റില്ല. സോ ഇത് ഏതൊരു ഗെയിമിനും സെയിം ആണ്. ഇത് നമുക്ക് എന്താ പറയാ, ഫ്ലാപ്പി ബേർഡ് തൊട്ട് GTA 5 വരെ ചിന്തിച്ചാലും ഈ പ്രോസസ്സ് സെയിം ആണ്. സോ ഗൈസ്, എനിക്ക് ഒരു വോട്ടിങ്ങും കൂടി വേണം. നിങ്ങളിൽ എത്ര പേര് ഗെയിം ഡെവലപ്മെന്റ് ട്രൈ ചെയ്തിട്ടുണ്ട്? പിന്നെ 10 സെക്കൻഡ് ക്യൂബ് വോട്ടിംഗ്, ക്യാൻ ഐ സി? ഓക്കെ, നമുക്ക് വേറെ ഒരു അധികം ഇൻപുട്സ് കിട്ടിയിട്ടില്ല, വോട്ടിംഗ് കിട്ടിയിട്ടില്ല. എനിക്കാകെ ഓക്കെ ഓക്കെ ഫൈൻ. സോ ഭാഗ്യശ്രീ, ക്യാൻ യു അൺമ്യൂട്ട് യുവർ സെൽഫ്? Yes, sir. ഓക്കെ, ഭാഗ്യശ്രീ ഇവിടെ ചാറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഫ്ലാപ്പി ബേർഡിന്റെ ക്ലോൺ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരു ചെറുത്, ഒരു നമ്മുടെ LCD സ്ക്രീനിൽ ചെറുത് കോളേജിൽ വെച്ച് ചെറുത് ഉണ്ടാക്കിയായിരുന്നു. ഓക്കെ ഫൈൻ. അപ്പൊ ഏത് പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്തേ? നമ്മള് ഇതാണ് യൂസ് ചെയ്തത്, നമ്മുടെ ആർഡിനോ യൂസ് ചെയ്താണ് അത് ചെയ്തത്. ഓക്കെ ഫൈൻ. അതായത് കോർ സ്ക്രിപ്റ്റ് എഴുതി തന്നെ ചെയ്തു? അതെ അതെ. അപ്പോ നിങ്ങൾ അതൊരു എന്താ പറയാ,
ഒരു LCD സ്ക്രീനിലേക്ക് അത് സിമുലേറ്റ് ചെയ്തു, ബേസിക്കലി വൈൽ ട്രൂ ഫംഗ്ഷൻ വെച്ച് എഴുതി. അതെ. ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ ഞാനൊരു ഗെയിം ലൂപ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോ ഞാനിവിടെ മൂന്ന് ഫങ്ഷൻസ് ആണ് എന്താ പറയാ ഇൻഫിനിറ്റ് ലൂപ്പിൽ കൊടുക്കുക. അപ്പൊ ആർഡിനോയിലാണെങ്കിൽ വോയിഡ് ലൂപ്പ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ടാവും നമുക്ക്, അല്ലേ? അതായത് when it starts it's continuously running infinitely, right? Yes sir. Okay, അപ്പോ ഞാൻ ഇവിടെ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ? അതായത് ഈ മൂന്ന് ഫങ്ഷൻസും കൂടാതെ എന്തെങ്കിലും ഒരു ഫോർത്ത് സ്റ്റെപ്പ് ഞാൻ ഇവിടെ മിസ് ചെയ്യണ്ടോ? എൻഡ് ചെയ്യുന്നതാണോ? ഇല്ല, എൻഡ് ചെയ്യുന്നല്ല. അത് വേറൊരു സിനാരിയോ. നമുക്ക് ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവാനുള്ള ഒരു സിനാരിയോ. ഞാൻ ചോദിക്കുന്നത് നോർമൽ ആയിട്ട് ഞാൻ റൺ ചെയ്യാണ്. ഇപ്പൊ ആർഡിനോയിൽ കോഡ് എഴുതിയിരുന്നു ഭാഗ്യശ്രീ. അപ്പോൾ ഭാഗ്യശ്രീയുടെ ഗെയിം അപ്ഡേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ വോയിഡ് ലൂപ്പിന്റെ അകത്ത് എഴുതി. അതിനുശേഷം എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് അഡീഷണൽ ആയിട്ട് ഭാഗ്യശ്രീ ചെയ്തിട്ടുണ്ടാവുമല്ലോ? ഇല്ല സർ, നമ്മളങ്ങനെ നമ്മുടെ ഓൾറെഡി കോഡ് ഉണ്ടായിരുന്നു. നമ്മൾ ബേസിക്കലി റൺ ചെയ്ത് അതിലെന്തേലും അങ്ങനെ ഡെവലപ്പ് ചെയ്തതല്ല നമ്മള്. ഓക്കെ, നിങ്ങൾ കോഡ് ജസ്റ്റ് യൂസ് ചെയ്തോളൂ. യെസ് സർ. ഓക്കെ, ഫൈൻ ഫൈൻ. ഓക്കെ, ഞാൻ തന്നെ ആഡ് ചെയ്യാം. നമുക്ക് ഒരു സ്റ്റെപ്പും കൂടി ഇവിടെ മിസ്സിംഗ് ഉണ്ട്. അതിപ്പോ നമ്മൾ ആർഡിനോയിൽ ചെയ്താലും നമ്മളൊരു PC ഗെയിം ഡെവലപ്പ് ചെയ്താലും നമുക്കൊരു തേർഡ് സ്റ്റെപ്പ് ഉണ്ട്, സ്ലീപ്പിംഗ് ഫംഗ്ഷൻ. അതായത് ഈ ലൂപ്പ് ഞാൻ റൺ ചെയ്യാൻ കൊടുത്ത എനിക്കറിയില്ല ഇത് എത്ര പ്രാവശ്യം ഒരു സെക്കൻഡിൽ എക്സിക്യൂട്ട് ആവുന്നു. അത് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് പോകും. അപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ പല ഡിസ്റ്റർബൻസസും കാണാൻ പറ്റും. നമുക്കത് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ആയിക്കൊള്ളണമെന്നില്ല. സ്ക്രീനിന് മറ്റ് എന്താ പറയുക, ടീറിങ് എഫക്റ്റ് എന്നൊക്കെ പറയും. അപ്പൊ ഇതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ലൂപ്പ് ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം റൺ ചെയ്യണം നമ്മൾ റെസ്ട്രിക്ട് ചെയ്യും. അത് റെസ്ട്രിക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ഈ ലൂപ്പ് വൺസ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് പോസ് ചെയ്യണം. ഈ ലൂപ്പ് ഫോർ എ പെർട്ടിക്കുലർ ടൈം നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ടൈമിലേക്ക് അത് സ്ലീപ്പ് ചെയ്യണം അഥവാ പോസ് ചെയ്യണം. അങ്ങനെ നമ്മൾ എത്ര ടൈമാണ് നമ്മൾ അതിന് സ്പെസിഫൈ ചെയ്യണേ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഗെയിമിന്റെ FPS ഇരിക്കുന്നത്, അഥവാ ഫ്രെയിം പെർ സെക്കൻഡ്. ഒരു സെക്കൻഡില് ഒരു ഗെയിമിന്റെ FPS സപ്പോസ് 24 ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ ഗെയിം ലൂപ്പ് ഒരു സെക്കൻഡില് 24 പ്രാവശ്യം റണ്ണായി. അതായത് ബാക്കിയുള്ള ടൈം അത് റെസ്റ്റ് ചെയ്യാറെന്ന് അർത്ഥം. സോ അതാണ് ഇവിടെ മിസ് ചെയ്യുന്നൊരു സ്റ്റെപ്പ്. അപ്പോൾ ആരെങ്കിലും ഗെയിം ഡെവലപ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്വന്തം മനസ്സിലാക്കാൻ അറിയുമെന്ന് അറിയാനായിട്ടാണ് ഞാൻ ചോദിച്ചത്. സോ ഇനി എന്തുകൊണ്ടാണ് ഗെയിം ഡെവലപ്മെന്റ് അഥവാ ഗെയിമിംഗ് ഇൻഡസ്ട്രി ഇത്ര ബൂമിംഗ് ആയിട്ട് വളരാൻ കാരണം നമുക്ക് ഒരു മാർക്കറ്റ് റവന്യൂ എടുത്തു നോക്കിയാൽ തന്നെ ഞാനിപ്പോൾ ഒരു കമ്പാരിസൺ കൊടുത്തേക്കുന്നത് ബാറ്റ്മാൻ ഡാർക്ക് നൈറ്റ് റൈസസ് ആൻഡ് GTA 4 ആണ്. ഫസ്റ്റ് വീക്ക് റവന്യൂ എടുക്കുകയാണെങ്കിൽ ബാറ്റ്മാൻ്റെ ഓൾമോസ്റ്റ് ഡബിൾ ആണ് GTA 4ന്റെ റവന്യൂ. ബാറ്റ്മാൻ $239 million ആയിരിക്കുമ്പോൾ GTA 4ന് $500 million ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു ഹ്യൂജ് ഡിഫറൻസ് ഇവിടെ വരാൻ കാരണം? മറ്റേതൊരു എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രീനെ അപേക്ഷിച്ച് നോക്കിയാലും ഗെയിമിംഗ് ഇൻഡസ്ട്രി വളരെയേറെ ലാഭം ഉണ്ടാക്കുന്നു. സോ എനിബഡി ഹാവ് എനി റീസൺ ഫോർ ദാറ്റ് ബൈ ദംസെൽഫ്? Acute answer? Yeah. I got an answer from Fardeen Khan, and that itself makes the sense. So, in games, you can control everything in a game. Exactly, ശരിയല്ല. We can't control everything inside a game, but we have a lot of space other than anything else. കാരണം മറ്റേതൊരു മീഡിയത്തിലാണെങ്കിലും നമുക്കിപ്പോൾ ഒരു ഫിലിം ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും എന്താണെങ്കിലും നമ്മളത് ഒരു വ്യൂവറിന്റെ പൊസിഷനുള്ളൂ. നമ്മൾ അതിലേക്കൊന്നും ഇൻവോൾവ് ആവുന്നില്ല. പക്ഷെ ഒരു ഗെയിം എന്ന് പറയുമ്പോൾ നമുക്ക് അതിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അതിൽ എന്തെങ്കിലും ഡിസിഷൻസ് നമുക്കായിട്ട് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെ എന്താ പറയാ ഒരുപാട് ആരാധകരെ ഗെയിംസിന് സൃഷ്ടിച്ചു. സോ ദാറ്റ് itself makes the difference, like almost double the revenue than any other entertainment industry for revenue for games.
ഓക്കെ, ഡു യു ഹാവ് എനി യൂണിറ്റി ഡെവലപ്പേഴ്സ് ഹിയർ? ഞാൻ നേരത്തെ ഓൾറെഡി ചാറ്റിൽ ഞാൻ കണ്ടതുപോലെ ഓർക്കുന്നുണ്ട്. ആദിൽ SP, can you unmute yourself? Yes, sir. ഞാൻ ആക്ച്വലി ഒരു ഡെവലപ്പർ അല്ല, പക്ഷെ ഞാൻ ഇങ്ങനെ നെറ്റിൽ ബ്രൗസ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും കണ്ടൊരു കോഡ് യൂണിറ്റി സോഫ്റ്റ്വെയർ വെച്ച് റൺ ചെയ്യാൻ നോക്കിയത്. പക്ഷെ അതിനകത്ത് ഒരുപാട് എറർ ഉള്ളതുകൊണ്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ അത് അങ്ങ് ഉപയോഗിച്ചു. പിന്നെ ഇതുവരെ നോക്കിയിട്ടില്ലായിരുന്നു. ഓക്കെ, ഫൈൻ. ഓൾറൈറ്റ്. നമുക്ക് ഇവിടെ വേറെ ആരെങ്കിലും യൂണിറ്റി ഡെവലപ്പേഴ്സ് ഉണ്ടോ? ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോട്ടിൽ മെൻഷൻ ചെയ്യാമോ? ഓക്കെ, നമുക്ക് ഇതുവരെ വോട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എനിവേ ലെറ്റ്സ് പ്രൊസീഡ്. ലൈക്ക് ഗൈസ്, എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാനൊരു ഗെയിം ഡെവലപ്പർ ഇൻ എസ്പെഷ്യലി ഐ ആം എ യൂണിറ്റി ഡെവലപ്പർ. അതായത് എൻ്റെ മെയിൻ പ്ലാറ്റ്ഫോം യൂണിറ്റി 3D ആണ്. മെയിൻലി ഇന്ന് ഇൻഡസ്ട്രിയിൽ ഫസ്റ്റ് പൊസിഷൻ എന്താ പറയുക, ടോപ്പ് 3 എന്നൊക്കെ പറയാവുന്ന 3 ഗെയിം എൻജിൻസ്. ഒന്ന് അൺറിയൽ എൻജിൻ, മറ്റേത് ക്രൈ എൻജിൻ, 3 യൂണിറ്റി 3D. അപ്പോൾ യൂണിറ്റി 3D മറ്റ് 2 എൻജിൻസിനെ അപേക്ഷിച്ച് ഒരുപാട് ആക്സെപ്റ്റൻസ് കിട്ടി ഒരു എൻജിനാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് മറ്റ് 2 എൻജിൻസും കുറച്ചും കൂടി ഇൻഡസ്ട്രിയൽ ഓറിയന്റഡ്. അതായത് ഒരു ഗെയിം സ്റ്റുഡിയോയോ അല്ലെങ്കിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽസോ യൂസ് ചെയ്യുന്ന സമയത്ത് യൂണിറ്റി 3D ഒരു ബിഗിനറിന് ഈസിലി ആക്സസബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി പാർട്ടിസിപ്പേഷൻ പ്രതീക്ഷിച്ചു, കുറച്ചും കൂടി വോട്ട് ഞാൻ പ്രതീക്ഷിച്ചു ഇവിടെ. എനിവേ, നമുക്ക് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, as I said, it is supporting more indie game developers. എന്താണ് ഇൻഡി ഗെയിം ഡെവലപ്മെന്റ് എന്ന് ചോദിച്ചാൽ, ഓക്കെ, ഐ വിൽ കം ടു ദാറ്റ്. സോ ഒരു വലിയൊരു ടീം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിക്കുകയും അയാൾ അതിനുവേണ്ടി ഒറ്റയ്ക്ക് പരിശ്രമിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മളൊരു ഇൻഡി ഗെയിം സ്റ്റുഡിയോ എന്ന് പറയാം. അതായത് ഒരു പ്രയോർ എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട് ആ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ഡെവലപ്പേഴ്സിനെ യൂണിറ്റി 3D ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ യൂണിറ്റി 3Dക്ക് ഒരുപാട് ആക്സെപ്റ്റൻസ് കിട്ടി. മറ്റേത് പ്ലാറ്റ്ഫോംസിനെ അപേക്ഷിച്ച് മൾട്ടി പ്ലാറ്റ്ഫോം ക്രോസ് പ്ലാറ്റ്ഫോം സപ്പോർട്ടും യൂണിറ്റി 3Dക്ക് ഉണ്ട്. സോ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഗെയിം ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ട്രൈ ചെയ്യേണ്ടത് യൂണിറ്റി 3D ആണ്, മറ്റേത് എഞ്ചിനെ അപേക്ഷിച്ച്. കാരണം നിങ്ങൾക്ക് ഈസിലി ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഒരു ഗെയിം ഡെവലപ്മെന്റിന്റെ ഫണ്ടമെന്റൽ നോളജ് വെച്ചിട്ട് നിങ്ങൾക്ക് ഗെയിം ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഫർദർ നിങ്ങൾക്ക് പിന്നെ മറ്റ് ഏത് എഞ്ചിൻസിലേക്ക് വേണമെങ്കിലും സ്വിച്ച് ചെയ്യാൻ ഈസി ആയിരിക്കും. സോ അതർ ദാൻ ദാറ്റ്, കാരിയേഴ്സ് ഇൻ ഗെയിം ഡെവലപ്മെന്റ്. സോ മെയിൻലി പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണ, ഗെയിം ഡെവലപ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്കീസിന് വേണ്ടി മാത്രമുള്ളതാണ്, അല്ലെങ്കിൽ എന്താ പറയാ, മെയിൻലി പ്രോഗ്രാമിംഗ് ഓറിയന്റഡ് ആണ്, അതില്ലാതെ ഒരു സാധ്യത അതിലില്ല എന്ന് ചിന്തിക്കുന്ന പലരുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഗെയിം ഡെവലപ്മെന്റിൽ എന്താ പറയാ, പ്രൊഡക്ഷൻ, പ്രൊജക്ട് മാനേജർ, ഗെയിം ടെസ്റ്റർ, മെയിൻലി ടെക്കി സൈഡ് ആയാലും കൂടുതൽ മാനേജ്മെന്റ് സൈഡ് ഇൻവോൾവ് ആവുന്ന ഒരുപാട് കാരിയേഴ്സ് ഗെയിം ഡെവലപ്മെന്റിൽ അവൈലബിൾ ആണ്. പിന്നെ ഡിസൈൻ, ഗെയിം ഡിസൈനർ, ലെവൽ ഡിസൈനർ, റൈറ്റർ, പ്രോഗ്രാമർ, സ്പെഷ്യലൈസ് പ്രോഗ്രാമിംഗിൽ വരികയാണെങ്കിൽ ആർട്ടിസ്റ്റ്, സൗണ്ട് എഞ്ചിനീയർ, ബിസിനസ് ആൻഡ് മിസ്ലേനിയസ്, കമ്മ്യൂണിറ്റി മാനേജർ, അഡ്മിനിസ്ട്രേറ്റർ, എക്സെട്ര. ഓക്കെ, സോ ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടെസ്റ്റിമണീസ് കാണിച്ചു തരാം. അതായത് ഇത് മെയിൻലി നമ്മൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ തന്നെയും ഒരു ഗെയിം ഡെവലപ്മെന്റ് കരിയർ ആയിട്ട് ചൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന പലരും ഫേസ് ചെയ്യുന്ന ചില ഇഷ്യൂസ്. അത് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കറക്റ്റ് ആപ്പ് ചോയ്സ് എടുക്കാൻ സാധിക്കില്ല. എന്താ പറയാ, നമുക്ക് ഒരു ബെറ്റർ സാലറി ആൻഡ് ബെസ്റ്റ് സ്യൂട്ടഡ് കമ്പനി, ഇത് രണ്ടും ഒരുമിച്ച് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ആ ഒരു ബാലൻസ്, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഫാക്ടർ ഓൾവേസ് കോംപ്രമൈസ് ചെയ്യേണ്ടുന്ന അവസ്ഥ ഇന്ത്യയിൽ ഇന്നുണ്ട്.
പിന്നെ സ്കിൽ സെറ്റ് നോക്കുകയാണെങ്കിൽ കമ്പനീസ് ആർ എക്സ്പെക്ടിങ് ഫോർ അസ് ആപ്ലിക്കൻസ് ടു ഹാവ് എ ഇയർ ഓഫ് എക്സ്പീരിയൻസ് ബിഫോർ അപ്ലൈയിങ് ടു ദം. ഇത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. അതായത് ഒരു ബിഗിനറിന് ഗെയിം ഡെവലപ്മെന്റ് കരിയർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വലിയൊരു ഒരു ഇനേർഷ്യ ഉണ്ട് തുടക്കമേ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഇന്ത്യയിൽ ഒരു പ്രോപ്പർ കൈൻഡ് ഓഫ് ട്രെയിനിങ് ഗെയിം ഡെവലപ്പേഴ്സിന് കൊടുക്കാനായിട്ടൊരു സിസ്റ്റം ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുന്ന ഒരു പ്രതീതിയുണ്ട്. എപ്പോഴും ഈവൻ ഒരു ബിഗിനർ പൊസിഷൻ കൺസിഡർ ചെയ്യുമ്പോൾ പോലും നമ്മളോട് ചോദിക്കുന്ന 1 year എക്സ്പീരിയൻസ് ആണ് മിനിമം. And this is a really valid point. My portfolio before wasn't that good. At a young age, I didn't realize that portfolios land jobs, not resumes. മെയിൻലി പലർക്കും നമ്മുടെ റെസ്യൂമേ അല്ല വേണ്ടത്, നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത്, പ്രീവിയസ്ലി നമ്മൾ എന്തൊക്കെ പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഒരു ഗെയിം ഡെവലപ്പറിനോട് ഫസ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഈവൻ റെസ്യൂമേയിലും കൂടുതൽ നമ്മളോട് പോർട്ട്ഫോളിയോ ആണ് ചോദിക്കാറ്. ആൻഡ് നമുക്കിനി ഈ ഒരു സിനാരിയോയിൽ നമുക്കൊരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ നമ്മുടേതായുള്ള ഓൾട്ടർനേറ്റീവ്സ് ഒക്കെ എന്താണെന്നുള്ളത്. മെയിൻലി എൻറോൾ ഇൻ ആൻ അക്രഡിറ്റഡ് പ്രോഗ്രാം ഫോർ ഈവൻ ഇൻ ഡിഫറെൻറ്റ് ഡൊമൈൻസ് ലൈക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, ഗ്രാഫിക്സ്, ആനിമേഷൻ. നിങ്ങൾ ഏത് ഫീൽഡ് ചൂസ് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന് സ്യൂട്ടഡ് ആയിട്ടുള്ള അക്രഡിറ്റഡ് പ്രോഗ്രാംസിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. പിന്നെ സെക്കൻഡ് തിങ് ഈസ് ലൈക്ക് ഒരു ഗെയിം ഡെവലപ്മെന്റ് വീഡിയോ ഗെയിം ഡിസൈനിങ് കമ്പനിയിൽ ഇന്റേൺഷിപ്പിനോ അപ്രന്റീസ്ഷിപ്പിനോ ട്രൈ ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ സാധിക്കും. അത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു അസറ്റ് കൂടിയാണ്. ദാറ്റ്സ് എ വൺ ഓപ്ഷൻ ഓൺലി. അതിന് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഫ്രീലാൻസ് ഡിസൈനറായി പ്രൊജക്ട്സിൽ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ദാറ്റ്സ് അനദർ ബെറ്റർ ഓപ്ഷൻ. ലൈക്ക് ഒരു ഫ്രീലാൻസ് ഡിസൈൻ, ഒരു നോർമൽ ഇന്റേൺഷിപ്പ് അപ്രന്റീസ്ഷിപ്പിനേലും ഒരു ഫ്രീലാൻസ് ഡിസൈനുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അവർക്കുള്ള ബാൻഡ് വിഡ്ത്ത്, അതായത് അവരുടെ ഏരിയാസ് ഓഫ് എക്സ്പെർട്ടൈസ് കൂടുതലായിരിക്കും. കാരണം നമ്മളൊരു കമ്പനിയിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനിക്ക് ഒരു നേച്ചർ ഉണ്ടാവും, അവർ ഡെവലപ്പ് ചെയ്യുന്ന ഗെയിംസിന് ഒരു നേച്ചർ ഉണ്ടാവും. അതിൽ മാത്രമേ നമുക്കൊരു സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു ഫ്രീലാൻസ് ഡിസൈനറായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ it varies like a lot because there's a lot of kind of projects outside. So once you are able to do even 2-3 of them, you can get a lot of experience in, and you can be like an experienced game designer as well, and this will add a lot into your game development portfolio as well. And the third option is like game tester. That's a really better option because if you start your career as a game tester and went back to game developer career, that will really give a huge boost to your career. So and other than that, there's a wonderful option is like involving game festivals and events. So നമുക്കിവിടെ മെയിൻ ആയിട്ട് ഇതിൻ്റെ ഒരു ഓപ്ഷൻ യുണൈറ്റ് ഇന്ത്യ ആണ്. പ്രീവിയസ് യുണൈറ്റ് ഇന്ത്യക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? Can I get a vote? ഓക്കെ ഫൈൻ. നമുക്ക് ഇതുവരെ വോട്ടൊന്നും കിട്ടാത്ത സ്ഥിതിക്ക് പാർട്ടിസിപ്പൻസ് ഇല്ലാന്ന് തോന്നുന്നു. സോ നിങ്ങൾക്ക് എന്താ കറന്റ് ട്രെൻഡ്സ് ഇൻ ഗെയിമിംഗ് ഇൻഡസ്ട്രി നിങ്ങൾ അറിയുക, അതായത് അല്ലെങ്കിൽ ഈ ഫീൽഡിൽ എക്സ്പെർട്ടൈസ് ആയിട്ട് നിൽക്കുന്നവരോട് കൂടുതൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ് യുണൈറ്റ് ഇന്ത്യ. ഇപ്പൊ നമുക്ക് കോവിഡിന്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഡിസംബറിലായിരുന്നു യുണൈറ്റ് ഇന്ത്യ നടന്നത്. കൊച്ചിയിൽ ഗ്രാൻഡ് ഹയാറ്റ് ഹോട്ടലിലായിരുന്നു. എനിക്കൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിച്ചു. ആൻഡ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആസ് വെൽ. നമുക്ക് ഒരുപാട് എന്താ പറയുക, ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്, ലൈക്ക് വി ക്യാൻ ഫൈൻഡ് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ്ഡ് ഗെയിം ഡെവലപ്പേഴ്സ് ഇൻ ദ ഫീൽഡ്. സോ അവരോട് ചാറ്റ് ചെയ്യേണ്ട അവസരം കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അത് വി ക്യാൻ റിയലി ഫീൽ ദ ഡിഫറൻസ് വാട്ട് വി ആർ ഡൂയിങ് കറന്റ്ലി, ആൻഡ് അവരോട് സംസാരിക്കുന്നതായിട്ടുള്ള ഡിഫറൻസ് വളരെ കൂടുതലാണ്.
So, and it's almost like doing micro games, like developing small games and release. Always keep up to date with the cutting edge technologies currently in the gaming industry. So, okay. And the next thing, നമ്മൾ ഓൾറെഡി ഞാൻ വൈകായിട്ട് പറഞ്ഞു എന്നൊരു പോയിന്റ് ആണ് ഇൻഡി ഗെയിം ഡെവലപ്പേഴ്സ്. വൈ ഇൻഡി? It's like what to say, it's a time consuming process at first. Like ഇവിടെ നമുക്കൊരു എന്താ പറയാ ഫിനാൻഷ്യൽ റിട്ടേൺ എക്സ്പെക്ട് ചെയ്ത് ഒരിക്കലും ഒരു ഇൻഡി ഗെയിം ഡെവലപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കില്ല. നമുക്കൊരു എന്താ പറയാ നമുക്കൊരു പാഷൻ ഉണ്ടാവുക, നമുക്കൊരു ഗെയിം ഐഡിയ ഉണ്ട്, അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് പ്രസന്റ് ചെയ്യണം, നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് ഫ്രീഡം വേണമെങ്കിൽ ഇൻഡി ഗെയിം ഡെവലപ്മെന്റ് itself is the option. But the problem is like it can take how long. Like we can't predict how much it will take. It completely depends upon the feasibility of the project and always our level of expertise. But on the bright side, it's like we are doing something we really want to do, and it is always like what to say, we will feel the fulfillment once we are able to achieve that. So ഇൻ ഗെയിം ഡെവലപ്മെന്റ് പ്രോസസ് പറയുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് 3 സെക്ഷൻ ആണുള്ളത്. പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ ആൻഡ് പോസ്റ്റ് പ്രൊഡക്ഷൻ. ഫസ്റ്റ് പ്രീ പ്രൊഡക്ഷനിൽ വരുന്നതാണ് ഐഡിയ പിച്ചിങ്. ഒരു ഐഡിയ ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ റിഫൈൻഡ് ആയി വരും. അതിനുശേഷം അതൊരു പ്രോപ്പർ പ്രൊജക്ട് പ്ലാനിങ്ങിൽ വരും. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്യും. ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ്, ഓൺ പ്രൊഡക്ഷൻ സൈഡ് നമ്മളൊരു പ്രോപ്പർ ഇൻഡസ്ട്രി ഓറിയന്റഡ് ഡിസൈൻ, അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമിംഗ്, കറസ്പോണ്ടിങ് ആർട്ട് പ്രൊഡക്ഷൻ, ഓഡിയോ പ്രൊഡക്ഷൻ, ആൻഡ് ഫൈനലി ദ QA ടെസ്റ്റിംഗ്. സോ വൺസ് the game is almost about to, after getting deployed, the post production factor is like the maintenance of the game, taking back feedbacks from the customer side, and creating proper kind of updates and patches for that. The content and this is the one of the major thing in case of defining a game genre. Like if നമുക്കൊരു ഗെയിമിന്റെ പേര് എങ്ങനെ റീഡ് ചെയ്യാം, ബേസിക്കലി sci-fi action adventure third person shooter game. So it's like the first part is like describes the story, in what sort of story is involved in the game. Like it's a sci-fi game. Second part is the gameplay, what kind of game, it's the action adventure. And the third part is about the perspective of the game, it's third person shooter game. So this is how we read the game genre. So this is the nomenclature of it. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ കൂടുതൽ പോയിന്റ്സ് ഞാൻ പോകുന്നില്ല. മെയിൻലി നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനെങ്കിൽ ചോദിക്കാം. ഇപ്പോൾ ഓക്കെ, അപ്പോൾ വൈഷ്ണവ് അനൂപിന്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, കോഡിംഗ് അല്ലാതെ നോട്ട്സ് ഉപയോഗിച്ച് അൺറിയൽ എഞ്ചിനിൽ ഗെയിം ഡെവലപ്മെന്റ് പറ്റുമെന്ന് കേട്ടിട്ടുണ്ട്, അതിന്റെ ഫീസിബിലിറ്റി എത്ര വരെയാ? ബേസിക്കലി വൈഷ്ണവ്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞ എക്സാമ്പിൾ പോലെ യൂണിറ്റി 3Dനെ അപേക്ഷിച്ച് അൺറിയൽ എഞ്ചിൻ അതുപോലെ ക്രൈ എഞ്ചിൻ എല്ലാം കുറച്ചും കൂടി ഇൻഡസ്ട്രിയൽ ഓറിയന്റഡ് ആണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു ഇഷ്യൂ മെയിൻ ആയിട്ട് വന്നു. അതായത് ഇൻഡി ഗെയിം ഡെവലപ്പേഴ്സ്, അതായത് ബിഗിനേഴ്സിന് വല്ലാത്തൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഈ രണ്ട് എഞ്ചിനിലും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവര് ഇൻട്രൊഡ്യൂസ് ചെയ്താണ് നോട്ട്സ് പ്രോഗ്രാമിംഗ്. ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്സ് വാട്ട് ടു സേ, നമുക്ക് അതിൽ ഈസിലി പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ബട്ട് സ്റ്റിൽ എനിക്ക് മനസ്സിലായത് വെച്ച് അതിന്റെ മെയിൻ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെക്സിബിലിറ്റി കുറവാണ്.
അതായത് നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഫീൽഡിൽ ഈവൻ ഹാർഡ്വെയർ ലെവലിൽ നമുക്ക് കസ്റ്റമൈസേഷൻ നടക്കും. പക്ഷെ നമ്മൾ നോഡ് പ്രോഗ്രാമിംഗ് വരുമ്പോൾ നമുക്ക് പലതും കമ്പനി എങ്ങനെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു ആ ബ്ലോക്സ് നമ്മൾ യൂസ് ചെയ്യാന്നുള്ളൂ. നമുക്ക് അതിൽ ഒരു പരിധി കൂടുതൽ നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി ഇല്ല. ഐ ഹോപ്പ് ഐ ആൻസർഡ് യുവർ ക്വസ്റ്റ്യൻ. ഇനി അതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ വൈഷ്ണവിനെ ചോദിക്കാം. Okay, so next question, Adil Babu. CPP is preferred over other languages for game devs as we have many other options. അതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ CPP is a low level language. ലൈക്ക് നമുക്ക് ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോയിന്റുമായിട്ട് കണക്ട് ചെയ്ത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഹാർഡ്വെയർ കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ് CPP യിൽ വരുമ്പോൾ. പക്ഷെ ഇപ്പോ യൂണിറ്റിയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള C# ആണ്. C# പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും നമുക്ക് പ്രീ ഡീഫോൾട്ട് ടെംപ്ലേറ്റ്സ് ആണ്. അപ്പോൾ ഈ എല്ലാം ഈ നോഡ് പ്രോഗ്രാമിംഗിന്റെ ആണെങ്കിലും പ്രീ ഡീഫോൾട്ട് ടെംപ്ലേറ്റ്സ് ബേസിക്കലി അത് മറ്റേത് അതിന്റെ ഗ്രാഫിക്കൽ വേർഷൻ ആണുള്ളൂ. ഇങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ്വെയർ കസ്റ്റമൈസേഷൻ കുറവായിരിക്കും. ഈ CPP മറ്റെല്ലാ എന്താ പറയാ എല്ലാ മെയിൻ AAA കമ്പനീസും CPP തന്നെ യൂസ് ചെയ്യാൻ കാരണം അവരുടെ ഗെയിമിന് മാക്സിമം പെർഫോമൻസ് കൊണ്ടുവരാൻ CPP ആണെങ്കിൽ സാധിക്കും മറ്റേതിനെ അപേക്ഷിച്ച. അതുകൊണ്ടാണ് എല്ലാവരും CPP പ്രിഫർ ചെയ്യാൻ കാരണം. അതിൽ നിന്ന് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണോ ആ ക്വസ്റ്റ്യനില്? അല്ല സാർ, നമുക്ക് പൈത്തൺ പോലെ കുറെ അധികം ഇതുണ്ടല്ലോ. ഇപ്പോ ഗെയിമിന്റെ സെക്യൂരിറ്റി അതൊക്കെ ബേസ് ചെയ്യുമ്പോൾ പൈത്തൺ സ്ക്രിപ്റ്റ്സ് ഒക്കെ ഒത്തിരി ഹെൽപ്ഫുൾ അല്ലേ? ഗെയിമിന് സെക്യൂരിറ്റി എന്നുള്ളത് അതിന്റെ പോലെയുള്ള ഗെയിംസ് ഒക്കെ ആണെങ്കിൽ അതിനകത്ത് ഒത്തിരി ക്യാഷ് ഡീലിങ്സ് ഒക്കെ നടക്കുന്നില്ലേ ഇപ്പം സാധനങ്ങൾ വാങ്ങാൻ അതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോ അത് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് അങ്ങനത്തെ കാര്യങ്ങളും ഇപ്പൊ ഹാക്കേഴ്സിനാണെങ്കിൽ ഹാക്ക് ചെയ്യാൻ അങ്ങനെ പോസിബിലിറ്റി ഒക്കെ വരുന്നില്ലേ? അപ്പോ ആ ഒരു കേസിൽ പൈത്തൺ അതേപോലെ ലാംഗ്വേജസ് യൂസ് ചെയ്യാൻ എന്തുകൊണ്ട് CPP കൊണ്ട് പ്രിഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചത്. അല്ല, പക്ഷെ അതിനൊരു കാര്യമില്ലേ, നമ്മൾ എത്ര സെക്യൂരിറ്റീസ് പ്രൊവൈഡ് ചെയ്താലും ഒരു ഹാക്കറിന് അത് സാധിക്കുകയില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? കാരണം അത് ഓൾറെഡി ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു മോഡ്യൂൾ അല്ലേ. പക്ഷെ എന്താ പറയാ, ഒരു AAA കമ്പനി എപ്പോഴും പ്രിഫർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അങ്ങനെയുള്ള ക്യാഷ് ഡീലിങ്സും മറ്റും സെക്യൂരിറ്റീസും വേണമെങ്കിൽ അവർ തന്നെ അവരുടെ കസ്റ്റമൈസ്ഡ് വേർഷൻ ഓഫ് മോഡ്യൂൾസ് അതിനുവേണ്ടി ഡെവലപ്പ് ചെയ്യും. അത് അതിനൊരിക്കലും ഗെയിമിന്റെ പെർഫോമൻസിന് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ രണ്ട് അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സോഴ്സ് കോഡ് അവരുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. സോ അതിന്റെ സെക്യൂരിറ്റിയും അവർക്ക് ഒരു പരിധി വരെ ഉറപ്പ് വരുത്താം. പക്ഷെ നമ്മൾ പൈത്തണിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഗെയിം ഡെവലപ്മെന്റിന് പൈത്തൺ ഒരു നല്ല ഓപ്ഷൻ അല്ല. നമുക്ക് പൈഗെയിം ഒക്കെ അവൈലബിൾ ആണ്, നമുക്ക് ചെറിയ പ്രൊജക്ട്സ് ഡെവലപ്പ് ചെയ്യാനും പറ്റുമെങ്കിൽ ഒരു കൊമേഴ്സ്യൽ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് കസ്റ്റമൈസേഷൻ, ഒരുപാട് ഒപ്റ്റിമൈസേഷൻ ഇൻവോൾവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും മെയിൻലി CPP പ്രിഫർ ചെയ്യാൻ കാരണം. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരു റാപ്പിഡ് പ്രോട്ടോടൈപ്പിങ്ങിന് പല ലാംഗ്വേജസ് യൂസ് ചെയ്യാൻ മെയിൻലി പൈത്തൺ തന്നെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ സർ, താങ്ക് യു സർ. ഓക്കെ. Okay, Vishnu B. Vinod, how can we reduce game lag? അത് എന്താ പറയാ, നമുക്കത് ഒരു സിംഗിൾ ആൻസർ കൊടുക്കാൻ സാധിക്കില്ല അതിനെ. മെയിൻലി ഗെയിം ഒപ്റ്റിമൈസേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ മെയിൻലി നമുക്ക് ചെയ്യാവുന്ന ഒപ്റ്റിമൈസേഷൻസ് എന്ന് വെച്ചാൽ അത് കുറച്ച് ടെക്നിക്കലായി പോകും. ഒബ്ജക്ട് ടൂൾസ് യൂസ് ചെയ്യുക, മാക്സിമം CPU ലോഡ് കുറയ്ക്കുക, മാക്സിമം മെമ്മറി യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിനൊരു ഓപ്ഷൻ. പിന്നെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡബിൾ ആണ്. വിഷ്ണു കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് ചോദിക്കാമോ, എക്സാക്ട്ലി ഏത് സിനാരിയോയിലാണ് ലാഗ് റെഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കണേ? ഓക്കെ, സ്റ്റാർട്ടപ്പ് ലാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെയിൻലി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴും ലാഗ് വരുന്നത് നമ്മുടെ റിസോഴ്സസ്, അതായത് നമ്മുടെ ഹാർഡ്വെയറിൽ നിന്ന് റിസോഴ്സസ് റാമിലേക്ക് ലോഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് സ്റ്റാർട്ടിങ് ടൈമിൽ. കാരണം നമുക്ക് എപ്പോഴും ഹാർഡ്വെയറിൽ നിന്ന് ഡാറ്റ ഫെച്ച് ചെയ്തെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ മാക്സിമം ഡാറ്റ, അതായത് ഇപ്പോൾ നമുക്കൊരു 10 ഫയൽസ് ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫോമിൽ അതിനെ ഒരു സിംഗിൾ ഫയലായിട്ട് ഹാർഡ് ഡിസ്കിൽ നിന്ന് നേരെ റാമിലേക്ക് ലോഡ് ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള ഒരു ഓപ്ഷൻ. മാക്സിമം ഫയൽസ് കമ്പൈൻ ചെയ്ത് റാമിലേക്ക് എടുക്കുക.
ഇൻഡിവിജ്വൽ ആയിട്ട് ആക്സസ് ചെയ്യുമ്പോൾ എപ്പോഴും സ്റ്റാർട്ടിംഗ് ടൈം കൂടുതൽ വരും. അപ്പൊ അത് കമ്പൈൻ ചെയ്യാനുള്ള മാർഗങ്ങൾ നോക്കാം. അപ്പോൾ വിഷ്ണു അത് ചോദിച്ചുകൊണ്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഈ എന്താ പറയാ, ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഗെയിമിന്റെ ഫോർ എക്സാമ്പിൾ നമുക്ക് UI എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ UIയിൽ സ്റ്റാർട്ട് ഗെയിം ബട്ടൺ, ഒരുപാട് UI എലമെന്റ്സ് ഇൻവോൾവ് ആണ്. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യണേക്കുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം ഈ ഇൻഫർമേഷൻ മുഴുവൻ, ഈ ഫയൽസ് മുഴുവൻ ഹാർഡ് ഡിസ്കിൽ നിന്ന് എടുത്ത് റാമിലേക്ക് ഫെച്ച് ചെയ്യും. അപ്പോൾ ഇതൊരു 100 എലമെന്റ്സ് ഉണ്ടെന്ന് വെച്ചോ, ഇൻഡിവിജ്വലി ഇതിന് ഓരോന്നിനും പിക്ക് ചെയ്ത് വരുമ്പോൾ സ്റ്റാർട്ടിംഗ് ടൈം കൂടുതൽ എടുക്കും. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം ഒരു സിംഗിൾ ഇമേജ് ആക്കും. ആ സിംഗിൾ ഇമേജിൽ അതിനെ നമ്മൾ ഫ്രാഗ്മെന്റൈസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും. അതായത് ഇത്രേ ഉള്ളൂ, നമ്മുടെ പ്രോഗ്രാമിനോട് പറയാണ് എന്റെ എല്ലാ എലമെന്റ്സ് ഇതിലുണ്ട്, ഇന്ന ഫീൽഡിൽ ഇന്ന എലമെന്റ്സ് ഞാൻ അലോക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രോഗ്രാം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ സിംഗിൾ ഇമേജിന് എടുക്കും, എന്നിട്ട് റാമിന് അകത്ത് വെച്ചിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യും നമ്മൾ കൊടുത്ത കമാൻഡ് അനുസരിച്ച്. അത് സ്റ്റാർട്ടിംഗ് ടൈം വലിയൊരു കൺസിഡറബിൾ എമൗണ്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈവൻ ഫോർ ആനിമേഷൻ സ്പ്രൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ സെയിം ടെക്നിക്സ് യൂസ് ചെയ്യാറുണ്ട്. വിഷ്ണുവിന് അതിൽ വേറെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ? സോറി, nothing. Okay, fine. So Vaishnav Anubin's question, 3D software like Cinema 4D ഗെയിം ഡെവലപ്മെന്റ് ഇൻഡസ്ട്രീസ് ജോബിന് സാധ്യതയുണ്ട്? തീർച്ചയായും ഉണ്ട്. സിനിമ 4D, മായ, 3ds Max, ആൻഡ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആ ട്രെൻഡ് ആയിട്ട് വരുന്ന ബ്ലെൻഡർ ആണ്. അതായത് 2 years ബാക്ക് യൂബിസോഫ്റ്റ് തന്നെ കൂടുതൽ ബ്ലെൻഡർ ഡെവലപ്പേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ബ്ലെൻഡർ ഡെവലപ്മെന്റിന് ഒരു വലിയൊരു എമൗണ്ട്, എന്താ പറയാ, വൺ ഓഫ് ദി പ്ലാറ്റിനം ലെവൽ ഓഫ് ഇൻവെസ്റ്റേഴ്സിൽ യൂബിസോഫ്റ്റും ഭാഗമായിട്ടുണ്ട്. അത് തന്നെ എന്താ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഓൺ കമ്മിങ് ഡേയ്സിൽ ബ്ലെൻഡറിന് ഇൻഡസ്ട്രിയൽ ലെവലിൽ എന്ത് ഇമ്പോർട്ടൻസ് വരുന്നുള്ള. അതുപോലെ തന്നെ സിനിമ 4D, മായ, 3ds Max, as I said, ഓൾമോസ്റ്റ് എല്ലാ 3D സോഫ്റ്റ്വെയർ ആർട്ടിസ്റ്റിനും സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ഇന്ത്യയിലൊരു സിനേരിയോ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു പോയിന്റ് അതിന് വലിയൊരു എക്സാമ്പിൾ, അതായത് ഒരു ബിഗിനറിന് അവിടെ സാധ്യത കുറവാന്നുള്ളതാണ്. ഒരു എന്താ പറയാ, ഒരു 2-3 years എക്സ്പീരിയൻസ് ഉള്ള ഒരു 3D ആർട്ടിസ്റ്റിനാണ് മറ്റേതൊരു എന്താ പറയാ, ഒരു ബിഗിനറിനേലും കൂടുതൽ എവിടെയും ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ആ ഒരു ലെവലെങ്കിലും മിനിമം വേണം. അതാണ് ഒരു ജൂനിയർ ആയിട്ട് കൺസിഡർ ചെയ്യണത്. അത് വലിയൊരു പ്രശ്നം. അതുകൊണ്ട് തന്നെ എന്താ പറയാ, ഇന്ത്യയിലൊരു 3D ആർട്ടിസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു വല്ലാത്തൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. ബട്ട് അബ്രോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു എന്താ പറയാ ക്ലൈമറ്റ് ആണ്. അതുകൊണ്ട് തന്നെ പലരും അങ്ങനെ ട്രൈ ചെയ്യുന്നവരുണ്ട്. അവരുടെ കരിയർ കാനഡ, മെയിൻലി കാനഡ, US പോലുള്ള സ്ഥലങ്ങളിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യണവരുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് മൊബൈൽ ഗെയിംസ് ആർ മോർ ബിസിനസ് ഓറിയന്റഡ് ആൻഡ് ഈസ് ഔട്ട് ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് എ പ്രൊഫഷണൽ ഗെയിമർ നൗ എ ഡേയ്സ്. അഭിഷേക്, ക്വസ്റ്റ്യൻ എനിക്ക് ക്ലിയർ ആയില്ല. സാർ ആക്ച്വലി ഈ മൊബൈൽ ഗെയിംസിലൂടെ നമുക്ക് മീൻസ് സാധാരണക്കാർക്ക് പോലും ഗെയിംസിന്റെ റീച്ച് വന്നു. പിന്നെ ലൈക്ക് MPL പോലെ തന്നെ ഇപ്പോ ഈ ഗെയിമേഴ്സിന് ഔട്ട് ഓഫ് മീൻസ് ഗെയിമർ എന്ന് വെച്ചാൽ ഒരു പ്രൊഫഷണൽ ഗെയിമർ എന്ന് വെച്ചാൽ ലൈക്ക് മൊബൈൽ ഗെയിംസിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരാളല്ലല്ലോ. ലൈക്ക് PC-ലോട്ടും ഇങ്ങനെ എന്താ കൺസോൾ വെച്ച് ഗെയിം കളിക്കുന്ന ഒരു രീതിയിൽ നിന്ന് ഒരു കുറച്ചുകൂടെ മൊബൈലിലോട്ട് ഇങ്ങനെ അഡ്വാൻസ് ആയി വന്ന് അതുപോലെ ബിസിനസ് മൈൻഡ് ഇങ്ങനെ കൂടി വരികയാണല്ലോ ഗെയിം ഡെവലപ്മെന്റിന്റെ ആ ഒരു അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇന്ത്യയുടെ ട്രെൻഡ് അതാണ്. അതായത് നമുക്കിപ്പോഴും മിനിമം ഇൻവെസ്റ്റ് ആൻഡ് മാക്സിമം ഗെയിൻ കോൺസെപ്റ്റാണ് നമുക്ക് മറ്റേത് കൺട്രീസിനെ അപേക്ഷിച്ച് നോക്കിയാലും. അതുകൊണ്ട് തന്നെ മൊബൈൽ ഗെയിംസ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഫീസിബിൾ ആണ് അങ്ങനെ നോക്കുമ്പോൾ. കാരണം ഇൻവെസ്റ്റ്മെന്റ് കുറവാണ്. ഒരു എന്താ പറയാ, ഒരു ലോജിക്കൽ ഓറിയന്റഡ് ആയിട്ടായിരിക്കും എൻ്റയർ ഗെയിം ഇരിക്കണേ. ബട്ട് അറ്റ് ദ സെയിം ടൈം വലിയൊരു റവന്യൂ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാണ്, നമ്മൾ ആ ഒരു ലെവലിൽ ഒരു പ്രൊഫഷണൽ ഒരു ഗെയിം ഡെവലപ്പറായിട്ട്, ഗെയിം ഡെവലപ്പറാണോ ഉദ്ദേശിച്ചത്, ഗെയിമറാണോ ഉദ്ദേശിച്ചത് അഭിഷേക്? സാർ ഗെയിമർ. യാ, അപ്പൊ ഓക്കെ ഫൈൻ. അതായത് ആ ഒരു സ്കിൽ ലെവൽ അതിലേക്ക് റെസ്ട്രിക്റ്റഡ് ആയി പോകുന്നല്ലേ? യെസ് സാർ.
ഓക്കെ, അത് വലിയൊരു പോയിന്റ് ആണ്. നമ്മള് എന്താ പറയാ, നമ്മൾ ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഗെയിംസ് കളിച്ച് നമ്മൾ അതിലേക്ക് എനിവേ നമ്മൾ എപ്പോഴും പറയുമ്പോൾ ഒരു ഗെയിം എന്നത് നമ്മുടെ കരിയർ എന്താ പറയാ, ഗെയിമറായിട്ട് നമ്മുടെ സ്കിൽ സെറ്റ് വളർത്തുക എന്നുള്ളതല്ല നമ്മൾ മെയിൻ ആയിട്ട് ചിന്തിക്കുന്നത്. ഗെയിം എപ്പോഴും ഒരു എന്താ പറയാ, ആ മോഡ് ഓഫ് എന്റർടൈൻമെന്റ് ആയിട്ട് കാണാന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് നമ്മൾ PC ഗെയിംസ് ആണെങ്കിലും ശരി, മൊബൈൽ ഗെയിംസ് ആണെങ്കിലും ശരി. ഓക്കെ സാർ. അഭിഷേകനായാലും എന്തെങ്കിലും ഓക്കെ. ഭാഗ്യശ്രീ സാർ ഈ പ്രൊഫഷനിലേക്ക് ഓക്കെ. ഭാഗ്യശ്രീയുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു പ്രൊഫഷനിലേക്ക് എത്തിയത് എന്നുള്ളത്. അത് ഞാൻ ബിടെക്കിന് ശേഷം ഞാനൊരു ഫുൾ സ്റ്റാക്ക് ഗെയിം ഡെവലപ്പർ കോഴ്സ് അറ്റൻഡ് ചെയ്തിരുന്നു, ഔട്ട്സ്കെയിൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ. അവിടെ ഞങ്ങൾക്ക് മെയിനായിട്ട് ഇൻഡസ്ട്രി ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോജക്ട്സിൽ ഞങ്ങൾക്ക് പ്രാക്ടീസ് കിട്ടി എന്നുള്ളതാണ് മെയിനായിട്ട്. പിന്നെ ഞങ്ങളുടെ മെന്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ദാൻ 10 years എക്സ്പീരിയൻസ് ഉള്ള പ്രൊഫഷണൽസ് ആയിരുന്നു. ഈ വർക്ക് മെയിൻലി EA കാലിഫോർണിയയിൽ വർക്ക് ചെയ്ത ഞങ്ങളുടെ മെയിൻ മെന്റർ മായങ്ക് സാറ് 10 years ഓഫ് എക്സ്പീരിയൻസ് EA കാലിഫോർണിയയിൽ ഉണ്ടായി. അപ്പോൾ പുള്ളിയുടെ മെയിൻ ആയിട്ട് എന്താ പറയാ, ഞങ്ങളുടെ ടെക്നിക്കൽ സൈഡ് എന്നതിലുപരി എങ്ങനെയാണ് ഇന്ത്യയിൽ ആസ് എ ഗെയിം ഡെവലപ്പർ സർവൈവ് ചെയ്യുക, എങ്ങനെയാണ് നമ്മുടെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക, ഈ വക കാര്യങ്ങൾ ഞങ്ങൾക്ക് നല്ലൊരു ട്രെയിനിങ് കിട്ടി. അതാണ് എനിക്ക് എന്താ പറയാ കരിയറിൽ വലിയൊരു ബൂസ്റ്റ് കിട്ടിയൊരു കാര്യം. സോ അതർ ദാൻ ദാറ്റ് ഒരു ഗെയിം ഡെവലപ്പർ ആവാൻ ഓഡിയൻസിന് എന്തെങ്കിലും അഡ്വൈസ്, ടിപ്സ്, എന്താ പറയാ, പാഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് അതിന് ഒറ്റ വാക്കിലുള്ള ആൻസർ. കാരണം ആസ് ഇൻ ഇന്ത്യ നമുക്ക് ഒരു പ്രോപ്പർ കൈൻഡ് ഓഫ് ട്രെയിനിങ് മറ്റു കാര്യങ്ങളും എന്താ പറയാ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനൊരു ചാൻസസ് കുറവാണ്. ഇപ്പോൾ പല പ്രൈവറ്റ് ഫോംസ് അതിന് വേണ്ടി ട്രൈ ചെയ്യണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ ഒരു എന്താ പറയാ, അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു ബാൻഡ് വിഡ്ത്ത് ഇല്ല. അപ്പൊ നമുക്ക് അതിൽ സർവൈവ് ചെയ്യാനായിട്ട് എപ്പോഴും നമ്മൾ സെൽഫായിട്ട് ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. ഞാനിപ്പോ നേരത്തെ PPTയിൽ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ മെയിനായിട്ട് ഫ്രീലാൻസ് പ്രൊജക്ട്സ് എടുത്ത് ചെയ്യാൻ ശ്രമിക്കുക, അത് പോർട്ട്ഫോളിയോയിൽ മാക്സിമം ആഡ് ചെയ്യുക. ഇതാണ് നമുക്ക് ഇന്റർവ്യൂവിനാണെങ്കിലും ഏറ്റവും കൂടുതൽ എടുത്തു കാണിക്കുന്ന മെയിൻ ഒരു പോയിന്റ്. ഈവൻ നമ്മളൊരു ഫസ്റ്റ് സെക്ഷൻ എന്ന രീതിയിൽ നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ അയച്ചൊരു കോൾ ബാക്ക് കിട്ടുക എന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ടുള്ള പോയിന്റ്. അപ്പോൾ ടൺസ് ആൻഡ് ടൺസ് ഓഫ് പോർട്ട്ഫോളിയോസ് എവറി ഡേ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് സ്റ്റാൻഡ് ഔട്ട് ഓഫ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് പ്രോജക്ട്സ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് മാക്സിമം വേണം. അപ്പോൾ ആ ഒരു ഫീൽഡിലേക്ക് ആഗ്രഹിക്കുന്ന എല്ലാവരും അതിനുവേണ്ടി മാക്സിമം ശ്രമിക്കുക, മാക്സിമം പ്രൊജക്ട് ചെയ്യുക, അത് പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യുക. അതാണ് മെയിൻ ആയിട്ടുള്ള എൻ്റെ ഒരു പോയിന്റ്. ഭാഗ്യശ്രീക്ക് അതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ? ഓക്കെ, എനി മോർ ക്വസ്റ്റ്യൻ? അഭിഷേകിന്റെ ക്വസ്റ്റ്യൻ പബ്ജിക്ക് പകരം എന്ത്? നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യാണ്. പലരും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. കാരണം പബ്ജി മാറിയതോടുകൂടി വലിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഇൻഡസ്ട്രിയിൽ തന്നെ. ആ ഒരു ഫീൽഡിലേക്ക് ആർക്കെങ്കിലും പുതിയതായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നാള് എന്താ പറയാ ഈ ഇൻഡസ്ട്രി അവർക്ക് റൂൾ ചെയ്യാന്നുള്ളത് കൊണ്ട് തന്നെ പല ക്ലോൺസ് ഇന്ത്യയിൽ നിന്ന് തന്നെ ഫൗജി അടക്കം പലരും റോക്ക് ഹേസ്റ്റ് അങ്ങനെ ഒരുപാട് ക്ലോൺസ് ഇറങ്ങുന്നുണ്ട്. Okay, any other questions? Okay, ആർക്കും വേറെ questions ഇല്ലല്ലോ ഇനി? All right. Thank you so much, sir. I'm sure we all took away some valuable facts from your session. It was indeed a pleasure to have you with us. അല്ല, എനിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പലരും എന്താ പറയാ കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട് തോന്നുന്നു. Yes, sir. It was a pleasure to have you here with us. Thank you again to all of you for virtually gathering here. Today's session has come to an end. Okay, guys. Bye. Thank you, sir.